നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിലെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആശംസ നേരുവാനോ അഭിനന്ദനം പറയാനോ ഒരു താല്പര്യം മനസ്സില്ല എന്നും ഞാൻ ചിരിച്ച മുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇന്ന് ചിരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. കാരണം എൻ്റെ 1975 എൻ്റെ മകളെ പ്രസവിച്ചപ്പോൾ ഡോക്ടർ ഒരു പേരിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ ഞാൻ ഒരു പേര് തരാം, പക്ഷേ ഇവൾ വളരാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അന്ന് അവളെയൊക്കെ അറിയപ്പെടുന്ന ഒരു നമ്പറിലായിരിക്കുന്നത്. അങ്ങനെ 2000 വർഷം 25 വർഷം കഴിഞ്ഞപ്പോൾ 2000 ആണ്ടോടി നമ്പറിലാണ് നമ്മളെയൊക്കെ അറിയാൻ തുടങ്ങിയത്. ആധാർ കാർഡ് നമ്പർ ഇന്ന് നമ്മളിൽ അറിയപ്പെടുന്ന നമ്പറിലാണ്. അതുപോലെ എന്തെങ്കിലും പ്രാദേശിക കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. വർഷങ്ങൾക്ക് മുമ്പ് എഴുതി എൻ്റെ പുസ്തകമുണ്ട്, ഭൂമിയില്ലാത്തവർ പഞ്ചം. അതിൽ പറയുന്നത് ഭൂമി നശിക്കും, ഭൂമി കടലും മണ്ണും കൂടി ഒരു സാമ്പാർ പരുവത്തിൽ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് പരുവത്തിലാകും. അങ്ങനെ കോടാനുകോടി വർഷം കിടന്ന് അതിൽ നിന്നൊരു ഒരു ജീവൻ ഉണ്ടാകാം. ആ ജീവൻ ഇന്നത്തെ മനുഷ്യ രൂപമായിരിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഏതാണ്ട് 3 വർഷം മുമ്പ് നാസ പറഞ്ഞു ഭൂമിയെ നശിക്കാൻ പോകണം, ഭൂമിയുടെ കാലാവധി വന്നു, പിന്നീട് വരുന്നൊരു ജന്മം ഉണ്ട്, അത് മനുഷ്യരൂപമല്ല എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ മനോരമയിൽ കാണിച്ചിരുന്നു. ഞാനിപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചും അമേരിക്കയുടെ ഇടപെടലിനെക്കുറിച്ചൊക്കെ വന്നപ്പോൾ അണുബോംബിനെ കുറിച്ചും ആറ്റം ബോംബിനെ കുറിച്ചും ഹൈഡ്രജൻ ബോംബിനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ ശ്രമിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുൻപായിട്ട് ഇപ്പോൾ അയ്യങ്കാളിയുടെ 84ാമത് ചരമദിനമാണ്. ആ മഹാത്മാവിന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കണം. മറ്റൊന്ന്, 12 വയസ്സായ ഒരു പെൺകുട്ടിയെ 1 വർഷത്തോളം പീഡിപ്പിച്ച ഒരാൾക്ക് 147 വർഷ ശിക്ഷയാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ വിഷയപ്പെട്ടത് മാറ്റിപ്പോവാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ ടെൻഷനുണ്ട്. അതായത് ഒരാൾ ജീവപര്യന്തം ശിക്ഷിക്കുക, 167 വർഷം ശിക്ഷിച്ചിട്ട് എന്താണ് ജഡ്ജി ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. മണ്ടന്മാരല്ലേ അത്? നടക്കാൻ പറ്റാത്ത കാര്യം നമ്മൾ പ്രഖ്യാപിക്കും. ജഡ്ജിമാരൊക്കെ പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ അർത്ഥങ്ങളില്ലേ. അത് ശരിയാണോ അങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് ശരിയാണത്? എന്ത് ന്യായമാണത്? ചെയ്തതിന് അതിൽ 1 വർഷം പീഡിപ്പിച്ചവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? 1 വർഷം എങ്ങനെ പീഡിപ്പിക്കുന്നത്? പീഡനം എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമല്ലെങ്കിൽ കേട്ടോ, പിന്നെയും പീഡിപ്പിച്ചത് ആ കുട്ടിക്കാണെങ്കിൽ കുട്ടി രക്ഷകർത്താക്കൾക്ക് അറിയില്ലേ? 1 വർഷം പീഡിപ്പിച്ച് പറയുമ്പോൾ അവർ മാത്രമാണോ? ഒരു കുട്ടി ഉൾപ്പെടെ മറ്റ് പലരും ഉത്തരവാദിയല്ലേ? എന്തുകൊണ്ട് ആ നിലക്ക് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള മണ്ടത്തെ കാണിക്കുകയാണ്. മറ്റൊരു നിലമ്പൂർ ഇലക്ഷൻ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇന്നൊന്നും പറയുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ പ്രധാന ചിന്ത മുഴുവൻ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന അമേരിക്ക ഇന്ന് ലോകത്തെ പുണ്യവാഴണം. നാളിതുവരെയും ഇറാഖ് യുദ്ധമുണ്ടായി, ശരിയാണ്. അതല്ലാതെ ഒരു അയൽവക്ക രാജ്യമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ എന്ന് കുറ്റവാളിയായിട്ടും ഭീകരവാദിയായിട്ടും തീവ്രവാദികളായിട്ടും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണത് ശരി? അമേരിക്ക ആയിരക്കണക്കിന് ബോംബുണ്ടാക്കി വെച്ചിരിക്കുന്നു, മറ്റ് പല രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇസ്രായേൽ ഉണ്ടാക്കുന്നു. പക്ഷെ ഇറാൻ ഉണ്ടാക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, നിങ്ങളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് എന്ന തെമ്മാടിക്കുറിച്ച് സംഘപരിവാരം ക്രിസ്ത്യൻകൾ നിങ്ങളൊന്നും മിണ്ടാത്തെന്താണ്? ട്രംപ് പറയില്ലേ, വാസ്തവത്തിൽ ഇസ്രായേലിനേക്കാൾ വലിയ അപകടകാരി തെമ്മാടി ട്രംപാണ്. അമേരിക്കൻ ഭരണാധികാരികളാണ്, ഇസ്രായേൽ അല്ല. ഇസ്രായേലൊക്കെ അവിടെ പാവയാണ്. അമേരിക്കൻ തെമ്മാടിത്തത്തിൻ്റെ പാവ മാത്രമാണ്, വെറും ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു കെയർ ഓഫ് മാത്രമുള്ളൂ ഇസ്രായേലിനൊക്കെ. അല്ല, ഇസ്രായേൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കൻ സാമ്രാജ്യത്തെ മനസ്സിലാക്കണം. ക്രിസ്ത്യൻ സമുദായമാണ് നിങ്ങളെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായം നിങ്ങൾ തമ്മിൽ ആകെ വ്യത്യാസം ലോകത്ത് 3%
ഓൺലി 3% ഡിഫറൻ്റാണ് വ്യത്യാസങ്ങൾ. ഓർമ്മ വേണം അമേരിക്ക. ഇസ്രായേലും അമേരിക്കയും ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. ഞാൻ ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയെ കുറിച്ചല്ല പറയുന്നത്. പാവങ്ങൾ അവർ പണി ജീവിക്കുന്നു, അവരെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും മാത്രമല്ല, അവർ നമ്മൾ ഏകോദര സഹോദരന്മാരെ പോലെയാണ്. അവർ ഇസ്രായേലിനെതിരെ പലരും എതിർക്കുന്നുണ്ട്. ഈ കാസ എന്ന പോലെ ചെറിയ സംഘടന വെച്ച് ബാക്കി 99% പേരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർ കേരളത്തിൽ ക്രിസ്ത്യൻസിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ലോക ക്രിസ്ത്യാനിയെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾ നിങ്ങളും വെറും 3% വ്യത്യാസമുള്ളൂ ജനസംഖ്യയിൽ. ഓർമ്മ വേണം, നിങ്ങളല്ലേ ലോകത്ത് സർവ്വ കുഴപ്പങ്ങളും കാണും. 1-ാം ലോകമായുധം, 2-ാം ലോകമായുധം, ഇറാൻ യുദ്ധം, പിന്നെ അഫ്ഗാനിസ്ഥാൻ യുദ്ധം, ലിബിയ എന്നത്, അങ്ങനെ വിയറ്റ്നാം, സോവിയറ്റ് റഷ്യ, എത്ര രാജ്യങ്ങളായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് യുദ്ധം ഉണ്ടാക്കി യുദ്ധം ആയുധം വിറ്റ് ജീവിക്കുന്ന നികൃഷ്ട ജീവിയല്ലേ പിണറായി പറഞ്ഞല്ലേ നിങ്ങൾ. നിങ്ങൾക്ക് ഉപദേശിക്കാത്ത കാര്യമാണ്. ഒരു സ്വതന്ത്രമായ രാജ്യത്തെ നിങ്ങൾ ബോംബുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ കൊന്നുകളെ നിങ്ങളെ ലിസ്റ്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്ത് അവകാശം? നിങ്ങൾ ആരാണ് ഇവിടെ? തെറ്റിയത് എല്ലാവർക്കും ശിക്ഷ വേണ്ടേ? അപ്പോൾ ഒരു കുട്ടിയെ 12 വർഷം 1 വർഷം നിരന്തരമായിട്ട് പീഡിപ്പിച്ചതിന് പേരിൽ 149 വർഷത്തേക്ക് ശിക്ഷിക്കാൻ ഒരു കേരളത്തിൽ ചെറിയ കോടതി. അങ്ങനെയെങ്കിൽ ഈ കോടിക്കണക്കിന് ആൾക്കാരെ കൊന്ന് ബോംബിട്ട ഹിരോഷിമയിൽ നാഗസാക്കിയിലൊക്കെ ഉണ്ടോ, 10,00,000 വർഷം കഴിഞ്ഞാൽ പോലും ഒരു നാമ്പുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ബോംബിട്ടെടുത്ത് ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് വന്നിട്ട് ബോംബിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്ന് ശക്തി. അവിടെ ഇതേവരെ ഇപ്പോൾ 80 വർഷമായിട്ടുള്ളൂ, 50. ഇതേവരെ ഒരു ജീവന്റെ അംശം പോലും ഇല്ല. ഇനി ദശലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ പിന്നെ ഇവർ ഈ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ബോംബെല്ലാം പോയ സമയത്ത് പൊട്ടായിരിക്കല്ലോ. എന്തിനൊരു കാലാവധി ഉണ്ട്. മനുഷ്യനും രാജ്യത്ത് എല്ലാത്തിനും കാലാവധി ഉണ്ട്. ആ കാലാവധി ഈ സാധനം എവിടെ പൊട്ടി നശിപ്പിക്കൂ? അപ്പൊ ഈ കാലാവധിക്കുള്ളിൽ ഈ സാധനം ലോകത്തിന് മറ്റ് പരീക്ഷ നടത്തി കടലിൽ ഫ്രാൻസ് കടലിൽ നടത്തിയ ഒരു വിസ്ഫോടനത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ഫലമാണ് ബംഗ്ലാദേശ് ഉണ്ടായ വെള്ളപ്പൊക്കം. 80 അടിയോളം ഉയരത്തിൽ ശവങ്ങളിരുന്ന് തെങ്ങിൻ്റെ മുകളിൽ. അതതിൻ്റെ പ്രതിഫലമാണ്. അത് ഒരു പരീക്ഷണം. ഇത് ആയിരക്കണക്കിന് റഷ്യ വെച്ച് 10,000 പേർ റഷ്യ, ഇത് അത്ര തന്നെ അമേരിക്ക, പിന്നെ ചൈന, എല്ലാവരും ഏതാണ്ട് 1,00,000-ഓളം ബോംബുകളാണ്. 1,00,000 ബോംബ്. ഈ ഒരു ബോംബ് പൊട്ടിച്ചാൽ തന്നെ ലോകം തീരുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഈ 1,00,000 ബോംബ് എന്ത് ചെയ്യും? അതാണ് പറയുന്നത്. അതെല്ലാം തന്നെ കാലാവധിക്കുള്ളിൽ അറിഞ്ഞോ അറിയാതെ പൊട്ടി കടലും നമ്മുടെ കരയും തമ്മിൽ 2 ഭാഗം വെള്ളം 1 ഭാഗം കരയാണല്ലോ, അത് മിക്സായി അങ്ങനെ കുഴമ്പ് രൂപത്തിൽ കിടക്കും കോടാനുകോടി വർഷം. ആ കോടാനുകോടി വർഷം കിടന്നിട്ട് ഒരു നാമ്പ്, ഒരു ജീവന്റെ അംശം വന്നേക്കാം പണ്ടുണ്ടായതുപോലെ. ഭൂമി ഉൽപ്പത്തിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലോ. അതുപോലെ അത് എത്രയോ വർഷം കഴിഞ്ഞാണ് ജീവൻ ഉണ്ടായത്. അതുപോലെ കോടാനുകൂടി വർഷം കഴിഞ്ഞാൽ ജീവൻ ഉണ്ടായത്. എന്തുകൊണ്ടാണ് നമുക്ക് ഊഹിക്കാം. ഈ ബോംബിലിട്ട് നശിച്ചു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞാലേ ഒരു ജീവന്റെ അംശം ഉണ്ടാവുള്ളൂ. ദശലക്ഷം എന്ന് പറയുമ്പോൾ ലക്ഷത്തിൻ്റെ ദശം 10 ലക്ഷം, അങ്ങനെ വർഷം കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് കോടിക്കണക്കിന് വർഷം കഴിഞ്ഞാലേ ജീവന്റെ അംശം ഉണ്ടാവുള്ളൂ. ആ ജീവൻ ഇന്നത്തെ പോലെ മനുഷ്യരൂപം അല്ലെന്നൊക്കെ പറയുന്നു. അതൊക്കെ ഭാവനാണ്, ശരിയാവുന്നിരിക്കല്ല. ഇത് ഒരു കാര്യം ഉറപ്പാണ്, ലോകം നാശീകരണത്തിന് പക്കത്താണ്. അത് പക്ഷപാതം. ഇസ്രായേൽ ഒന്നും പറ്റിയില്ലെന്ന് ഒരുവിധം ദണ്ഡികൾ പറയുന്നു. മറ്റു ദണ്ഡികളൊന്നും ഇറാൻ ഒന്നും പറ്റിയില്ലെന്ന്. ഇതൊന്നും അല്ല സത്യം. അതൊക്കെ അവരവരുടെ വ്യക്തി താല്പര്യമാണ്. സത്യം 2 സ്ഥലത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ജനങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇറാനിലെ ജനങ്ങളായാലും ഇസ്രായേൽ ജനങ്ങളായാലും ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സിനിമയിൽ വില്ലനെ നായകൻ തല്ലി രക്തം വീഴ്ത്തുമ്പോൾ മോഹൻലാലിലേക്ക് ഇടിയിൽ പരിധിയിൽ എത്ര സമയം നേടിവെക്കും? സാധാരണ അമേരിക്കൻ സിനിമയിലൊക്കെ 1, 2, 3 ഇടി കൊണ്ട് തീരും. കേരളത്തിൽ സിനിമയ്ക്കല്ല 5 മിനിറ്റ് 10 മിനിറ്റ് ഇടി തന്നെയാണ്. അതൊക്കെ എന്ത് വൃത്തിയായിട്ട ശീലമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഞാൻ ഉൾപ്പെടെ അത് മണ്ടന്മാരാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ സന്ദർഭത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ആര് ഇതിനെ ചോദ്യം ചെയ്യും? ആര് പരിഹാരം കാണും? എന്ത് പരിഹാരമുണ്ട്? ഒരു രീതിയിലും
പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്വതന്ത്രമായ ഒരു രാജ്യത്തെ അമേരിക്ക ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉച്ചകോടി രാജ്യങ്ങൾ, ഇവിടുത്തെ ചില ആൾക്കാരും അതാണ്. തെറ്റ് ചെയ്യുന്ന ആരായാലും ശിക്ഷിക്കപ്പെടാൻ സംശയമില്ല. ഇപ്പം ഇറാനിൽ പിടിച്ച ചാരന്മാരുണ്ടല്ലോ, അവർ ചെയ്ത പ്രവൃത്തി കാര്യം സഹിക്കാൻ പറ്റില്ല. 750 കിലോ ഭാരമുള്ള സ്ഫോടന വസ്തു കയറ്റിയ മിസൈൽ കയറ്റിയ വിടാണ്, കത്തിച്ചാമ്പലായി പോവല്ലേ. അവരുടെ മാതൃരാജ്യത്തെ ഒറ്റ ശിക്ഷയാണ്. മാതൃരാജ്യത്തെ ഒറ്റ ശിക്ഷ ഭയങ്കരമായിരിക്കണം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് വന്നാലോ അവിടെ ജാതി വരും, മതം വരും. തെറ്റിയവരും രക്ഷിക്കപ്പെടില്ല, അല്ലാതെ നിരപരാധി ശിക്ഷിക്കപ്പെടും. അങ്ങനെ വരരുത്. യഥാർത്ഥത്തിൽ മാതൃരാജ്യത്തെ ദ്രോഹിക്കുന്നതിന് ഇതുപോലെ തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പറയുന്നത്? ലോകത്ത് നയിക്കുന്ന വൻ ശക്തികൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, ആരാണ് വൻ ശക്തികൾ? ഈ റഷ്യയുടെ പുടിൻ 90 വയസ്സെടുത്തുണ്ട്, അമേരിക്കയുടെ ആളുണ്ട്, ചൈനയുടെ ആളുണ്ട്, ഇന്ത്യയിലെ ആളുണ്ട്, പിന്നെ എല്ലാവരും പടുവൃദ്ധന്മാരാ. വളരെ കുറച്ച് പേരിൽ ചെറുപ്പമുള്ളൂ. മറ്റേ ഉത്തര കൊറിയയിലെ ആൾ മാത്രം 10-40 വയസ്സത്തായുള്ളൂ. ഇവരുടെ 1-2 വർഷത്തെ പിന്നെ ഭരണം നിലനിർത്താൻ വേണ്ടി 1-2 വർഷം ഇനി കൂടി വന്നാൽ പിന്നെ ഇറാനിലെ ആയത്തുള്ള ഖൊമൈനി 2 വർഷം കൂടി അതൊക്കെ അത്രയും പടുവൃദ്ധരാണ്. അതുപോലെ നെതന്യാഹുവിന് 2 വർഷം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുന്നതല്ല, അപ്പോഴേക്കും ചത്തുപോകും. ഈ 2 വർഷം അധികം നിലനിർത്താൻ വേണ്ടി ജയിലിൽ പോയിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാട്ടിക്കൂടുന്നതാണ് സമൂഹത്തിൽ രാജ്യത്തിനും ഭാവി തലമുറയൊക്കെ നശിപ്പിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞു ഇറാൻ ബോംബ് കണ്ടുപിടിച്ചാൽ യഹൂദർക്ക് ക്ഷീണമാണ് എന്ന് പറയുന്നു. അതുപോലെയല്ലേ ഇപ്പോഴീ കാണിക്കുന്നത്? ഇത്രയും ബോംബുണ്ടാക്കി അതിനടിയിൽ അടയിരുന്നിട്ട് പറയാണ് ഇറാൻ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഒരു വിയോജിപ്പ്. അല്ലെങ്കിൽ ആരും ഉണ്ടാക്കരുത്. ഇത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ചുക്കട രാജ്യം. ഇസ്രായേലും ഇറാനും താരതമ്യം 1:100 കുറച്ച് വിമാനങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യത്തും 1:100 വ്യത്യാസമാണ്, വലിപ്പത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ കുഞ്ഞ് രാഷ്ട്രത്തിൽ ഇത്രയും ധിക്കാരപരമായിട്ട് പ്രവർത്തിക്കാൻ ആരെയും ഭയപ്പെടാതിരിക്കാനുള്ള ആരാണ് കഴിവിൻ്റെ പുറകിൽ? ആരാണ് കഴിവ് കൊടുക്കുന്നത്? അണു നിർവ്യാപന കരാറിലേക്ക് ഒപ്പിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇസ്രായേൽ. ലോക കോടതി പറഞ്ഞല്ലോ, ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞു, അതിലൊന്നും അവൻ വഴങ്ങുന്നില്ല. ഇതൊന്നും വഴങ്ങാതെ ഇങ്ങനെ കാട്ടിലെ രാജാവിനെ പോലെ, സിംഹത്തെ പോലെ വില്ലാളി വീരനായിട്ടും ഇങ്ങനെ നിൽക്കുമ്പോഴേ അതിൻ്റെ പുറകിലെ ശക്തി ആരാണ്? ജനങ്ങളെ, സുഹൃത്തുക്കളെ, മാനവകുലമേ. ഞാൻ മാനവകുലത്തോട് ചോദിക്കുന്നത്, ഇന്ത്യക്കാരല്ല, മാനവകുലത്താണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് മെയിൻ അമേരിക്ക, പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള. അല്ല ഇവരെന്താ എന്ത് ആകെ ചെറിയ രാജ്യം, ജനസംഖ്യ 1 കോടി താഴെ. അമേരിക്കയുടെ സപ്പോർട്ട് കുറച്ച് വിമാനം കൂടുതലുണ്ട് എന്നല്ലാതെ മറ്റു കാര്യങ്ങളും മിസൈലൊന്നും ഇറാൻ പിന്നെ ഇറാനിൽ എത്ര 10-1 പോലും ഇല്ല. 10,000 മിസൈൽ ചോക്കിയതാണ് ഇറാൻ. ഒരു ദിവസം 50 100 വെച്ച് വിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും ഇസ്രായേൽ? ചെറിയ രാജ്യമാണ് ഇസ്രായേലിൻ്റെത് 100 ഇരട്ടിയുണ്ട് ഇറാൻ സ്ഥലവലിപ്പം. പെട്ടെന്ന് അടുത്ത് കിടക്കാണ്. വേറെ യാതൊരു കുന്നോ മലയോ അങ്ങനെയൊന്നും ഇസ്രായേലില്ല. വലിയ കമ്പനികൾ, ഈ ആയുധ വ്യാപാരം, ഈ വഞ്ചനയും അല്ലാതെ വേറെ ഒന്നും അവർക്കില്ല. അമേരിക്കയുടെ സപ്പോർട്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നു. അതൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവും? ആർക്ക് സാധിക്കുന്നത്? അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടാണ്, നിലവിളിക്കണവർ ഇറാനോട് യുദ്ധം നിർത്താൻ മതി. അതിന് നെതന്യാഹുവിന് 1-1.5 അല്ലെങ്കിൽ മാക്സിമം 2 വർഷം ഈ ഭൂമത്ത് ജീവിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി വിക്രിയാണ്. നെതന്യാഹു അതിൻ്റെ കൂടെ ട്രംപും 2 മണ്ടന്മാരും ഭ്രാന്തന്മാരുമുണ്ട്. 2 ഭ്രാന്തന്മാർ കൂടി കളയും. അതിലൂടെ നമ്മൾ ഇറാനിലെ ഖൊമൈനി ഞാൻ പുകഴ്ത്തി പറഞ്ഞില്ല. അദ്ദേഹത്തെ കാരണം 2 കൈ വെച്ചാലുള്ള ശബ്ദം കേൾക്കുള്ളൂ. അദ്ദേഹത്തെ മക്കളുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നയത്തിൽ പോകായിരുന്നു. അതൊന്നും നമ്മൾ പറഞ്ഞ ഈ ഷിഹാക്കൾക്കൊന്നും നയമില്ലെന്നേ, സുന്നികളെപ്പോലെ നയവുമില്ല. ഒറ്റ 2 കഷ്ടമാണ്. നയമുണ്ടെങ്കിൽ ഇറാഖായിട്ട് യുദ്ധം ഉണ്ടാവും. എന്ത് നേടിയതുകൊണ്ട്? അല്ലെങ്കിൽ തൊട്ട് അസർബൈജാനായിട്ട് സഖ്യത്തില്ലാതെ തൊട്ടടുത്ത രാജ്യമാണ്. അപ്പോൾ അവർ പുണ്യവാളൊന്നുമല്ല. നീളം കുപ്പായിട്ടുകൊണ്ടൊന്നും താടി വെച്ചുകൊണ്ടൊന്നും ഖുർആൻ ഓതിയിട്ടൊന്നും പുണ്യവാൾ പറയാൻ പറ്റില്ല. പുണ്യവാളായിരുന്നെങ്കിൽ
എതേട് ആരും നശിപ്പിക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാനങ്ങനെ ഈ ഗോമേരിയോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നു, പ്രവാചകൽ വിശ്വസിക്കുന്നു, മറിച്ച് അലിയാതെ നിങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഖുർആനാണല്ലോ നിങ്ങളുടെ ബേസ്. നിങ്ങൾ എപ്പോഴും ഖുർആൻ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ ഒരു നിരപരാധി മരണപ്പെട്ടാൽ നിങ്ങൾ എന്ത് സമാനം ചെയ്യും? അള്ളാഹു ചോദിക്കാൻ നിങ്ങളോട്. ഒരു നിരപരാധിയാണ് നിങ്ങൾ കൊല്ലുന്നെങ്കിൽ അത് നിങ്ങൾ എന്ത് സമാനം പറയും? ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ കൊന്നാലും ആരെ കൊന്നാലും നിരപരാധികളാണ് അധികം പേരും. കുറ്റവാളി വളരെ കൊച്ചുള്ളൂ, അവർ മാറി നിൽക്കുകയും ചെയ്യും. ഇപ്പം നിലമ്പൂർ അവിടെ വെടിവയ്പ്പുണ്ടായി, അത് രക്ഷിത്ത് കേസ്. അന്ന് വർഗീസ് എന്ന ആൾ നിരപരാധി, അയാൾ യാത്രക്കാരനാണ്. ആൾക്കൂട്ടം കണ്ടപ്പോഴും എത്തി നോക്കിയാണ്, അയാൾ വെടിപ്പെട്ട് മരിച്ചുപോയി. മറ്റു കള്ളന്മാരും കൊണ്ടാത്തും അത് മാറി നിന്ന് അവർ രക്ഷപ്പെട്ടു. അതുപോലെയാണ് ഇസ്രായേലിലെ കുറ്റവാളികൾ അത് രക്ഷപ്പെടും, ബാക്കി നിരപരാധികളാണ്. അതിൽ ഇസ്രായേലാണെങ്കിലും മറ്റേ ഗസയിലാണെങ്കിലും ഗസയിൽ ഞാൻ എത്ര നിരപരാധികളെ കരുതി കൂട്ടി ഈ തെമ്മാടി രാഷ്ട്രം അക്കല്ലേ. ഇന്നിപ്പോൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞല്ലോ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന്. സത്യമല്ലത്. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിയാണെങ്കിൽ 1.5 വയസ്സുള്ള കുട്ടികൾ അവർ നിരപരാധികൾ 100% കുറ്റമില്ലാത്തവരാണ്. അവർ മരിച്ചപ്പോൾ പടച്ചോട് അല്ലെങ്കിൽ ദൈവത്തോട് ഈശ്വരൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങളെ കൊന്ന് ചോദിച്ചാൽ ഈശ്വരന് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തിന് പറയാതിരിക്കാൻ പറ്റുമോ? പടച്ചോൻ പറയാതിരിക്കാൻ പറ്റുമോ? ആ പറയുന്നതിനൊക്കെ ഫലമാണെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ കാണിക്കുന്നത് ഇപ്പോൾ അവർ അനുഭവിക്കുകയാണ്. എന്നിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് 1-2 ചാനൽ കാണിക്കുകയാണ്. ഇന്നൊരു ചാനൽ കണ്ട ഒരു പെണ്ണാണ്, ഇസ്രായേൽ ഒന്നും പറ്റിയില്ല, അത് ഇന്നലത്തെ പോലെയാണ്, കോൺട്രാക്ട് വർക്ക് നടന്നത്. അവിടെ അടിയന്തരാവസ്ഥ വെച്ച് ദിവസങ്ങളായി. എന്തൊരു തട്ടിപ്പ് വഞ്ചനയെന്നറിയോ? നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ? ഇന്നല്ലെങ്കിൽ നാളെ ഈ മെൻസസ് ആയ 6 കൊടുത്ത് നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ നാളെ സത്യം അറിയില്ലേ? അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് തോന്നൂല്ലേ? എന്തിനാണ് വളഞ്ഞ മാർക്കാണ്? അമേരിക്കയുടെ യഹൂദിയായ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഭാഷയുണ്ട്. എന്താണത്? ഒരു ജോസഫ് പറഞ്ഞത്, ഒരു പ്രൊഫസർ ജോസഫ്, ക്രിസ്ത്യൻ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അത് സിയോണിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് യഹൂദ നേതാക്കൾ പറഞ്ഞ് കേൾക്കുക. ഇസ്രായേൽ കാണിക്കുന്ന അങ്ങേറ്റം നികൃഷ്ടമായ രീതിയാണ്, വഞ്ചനാപരമാണ്, തട്ടിപ്പാണ്. കാരണം നിർവ്യാപന കരാറിൽ ഒപ്പിടാത്ത, തെറ്റായ രീതിയിൽ ബോംബുണ്ടാക്കി സൂക്ഷിച്ചിരിക്കുന്ന, ലോകരാജ്യങ്ങൾ ഭീഷണിയായിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, അത് ഇസ്രായേലാണ് എന്ന് യഹൂദ സയൻറ്റിസ്റ്റ് വാദിക്കുക. ഞാൻ കേട്ടു, നിങ്ങൾക്ക് കേൾക്കാമല്ലോ. എന്നിട്ട് അവർ പറയാണ് ഇറാൻ ബോംബുണ്ടാക്കി ഞങ്ങൾ കൊല്ലും, അങ്ങനെയാണ് കൊല്ലും, ഞങ്ങൾ അറിയാമെന്ന്. അത് ശരിയാണ്. ഞാൻ ഇറാനെ പോഴ്ത്തിപ്പെട്ട് ഞാൻ പറയുന്നില്ല, പോഴ്ത്തിപ്പെട്ട കാര്യമില്ല. പക്ഷേ നിയമം എല്ലാവർക്കും തുല്യമാകണ്ടേ? അതില്ല ഇവിടെ ചെയ്യുന്നത്. അതാണ് സങ്കടം. ഭൂമിയെ നശിപ്പിക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു നേട്ടമില്ല. ജനങ്ങൾ കഷ്ടപ്പാടാണ് പല രീതിയിലും. ഈ യുദ്ധം കൊണ്ട് ആരെന്ത് നേടി? എന്തെങ്കിലും നേടിയോ? ഒന്നും നേടിയില്ല. അപ്പോൾ ഇത് ആപത്താണ് എന്ന് പറഞ്ഞ് നമ്മൾ തൽക്കാലം ഈ വിഷയത്തിലൊന്ന് ഡ്രോപ്പ് ചെയ്യാണ്. മറ്റൊന്ന്, ഇതിൽ ലോക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച്, അത് സംഘപരിവാറിലെ അടുപ്പത്തെക്കുറിച്ച് നമ്മുടെ സതീശൻജിയും സുരേന്ദ്രൻജിയും ട്രിവാൻഡ്രത്ത് നാളെ വോട്ടാണ്, ഇന്ന് ഒരുമിച്ച് എത്രയോ ദിവസങ്ങളുണ്ടായി, ഇന്ന് അവർ ഒരുമിച്ച് ട്രിവാൻഡ്രത്തിരിക്കുന്ന, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പറയാണ്ട് സംഘപരിവാർ ഒത്താണെന്ന്. നാളെ വോട്ടാണ്. 50% മുസ്ലിങ്ങളുടെ വാർഡാണ്, നിലമ്പൂർ പിന്നെ മണ്ഡലമാണ്. അപ്പോൾ അതാണ് യാതൊരു തത്വവിഷയമില്ല നമ്മുടെ ഈ നേതാക്കന്മാർക്ക്. ഇപ്പോൾ ഒരു കാര്യം പറയും, ഇന്നലെ നമ്മൾ പറഞ്ഞ് ലോകത്ത് സുരക്ഷിതമായ സ്ഥലം ഒന്നുമില്ല, ഇസ്രായേൽ ഉൾപ്പെടെ എന്ന് നമ്മൾ പറയും. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ അറിയോ, ഇന്ത്യയിൽ ഒരു പാർട്ടിയുമായിട്ടും കൂട്ടുകൂടാത്തവരില്ല. എത്തിക്കല്ലിക്കളെ അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കാവുന്ന ഒരു പാർട്ടിയില്ല. അവിടെ ദയവ് ചെയ്ത് BJP കൊള്ളില്ല, RSS കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ വൃത്തിയുടെ സ്വഭാവം മാറിയിട്ട് നിങ്ങൾ RSSനോട് BJP താല്പര്യമുള്ളവർക്ക് അങ്ങനെ യോജിക്കാം. അത് 2 മുന്നണി അവസാനിക്കിട്ടുന്നേ. ഒന്ന് BJP അനുകൂലിക്ക് മുന്നണി, മറ്റൊന്ന് BJP നോൺ BJP മുന്നണി. ആ 2 മുന്നണി മതി.
അപ്പോൾ നിങ്ങൾ പോയിരുന്നവർക്ക് ചേരാം. ഇപ്പോൾ ഈ ഒളിച്ചും പാത്തും ചേർന്നില്ല, ഞങ്ങളിപ്പോൾ സഖ്യത്തിലാണ് RSS ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യം ഭരിക്കുന്ന കക്ഷിയില്ലേ ഇന്ത്യയിൽ? RSS രാജ്യം ഭരിക്കുന്ന കക്ഷിയിൽ എത്രയൊക്കെ മോശമാണെങ്കിലും അത് മോശമെന്ന് വല്ല അർത്ഥമുണ്ടോ? അത് മണ്ടത്തരല്ലേ? അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയുന്നത് നിങ്ങൾ BJP ആണ് RSS എന്ന് മാറ്റിയത് ഒരു കാര്യമില്ല. ആ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ വെറും രാഷ്ട്രീയ തട്ടിപ്പാണ്. നിങ്ങൾക്ക് RSS ആയിട്ട് BJP ആയിട്ട് കൂട്ടുകൂടെങ്കിൽ നിങ്ങൾ കൂട്ടുകൂടും. അതെന്ന് പറഞ്ഞാൽ ഇനി രണ്ട് പണി, അത് EMS സമസ്യ പൂരണം. വർഷങ്ങൾക്ക് മരിച്ച EMS മരിച്ച പിറ്റേ ദിവസം പറഞ്ഞ് EMS ഒരു കാര്യം പൂരിപ്പിക്കണ്ടായി, അതെന്താ അറിയില്ലാന്ന്. അത് ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, വാർത്തയുണ്ട്. അന്ന് വീക്ഷണം പത്രം കേരളത്തിൽ പ്രതിപക്ഷ പത്രമാണ് അന്ന് ഇന്നും. അതിനുശേഷം ഭരണം വന്നില്ല. അതിൽ മുഖപ്രസംഗ പേജിൽ ഒരു ലേഖനം, ഒരു പേജുണ്ട്. അത് പറഞ്ഞാണ് EMS സമസ്യ പൂരണം എന്നാണ് ഹെഡിങ് തന്നെ. അത് വായിച്ച് നമ്മുടെ ഈ ജോർജ് ഈഡൻ്റെ അച്ഛൻ, ജോർജ് ഈഡൻ, അദ്ദേഹം എൻ്റെ സുഹൃത്താകുന്നില്ല, അദ്ദേഹം പറഞ്ഞു കൊള്ളാലോ, പക്ഷേ ഇത് നല്ലൊരു തീരുമാനമുള്ളത് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഈ രണ്ട് മുന്നണി മതിയത് ഇനി ഇന്ത്യയിൽ. ഒന്ന് BJPയോട് യോജിക്കുന്നതിന് മുന്നേ, മറ്റൊന്ന് നോൺ BJP മുന്നണി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് എന്ത് പേരിട്ടോ, അത് കോൺഗ്രസും BJP ഏറ്റവും പുതിയ പേരിടല്ലോ. പിന്നെ ജനതാ പാർട്ടി ഉണ്ടാക്കിയില്ലോ. ആര്? ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയപ്രകാശ് നാരായൺ ഉണ്ടാക്കിക്കോല്ലേ. നിങ്ങൾക്ക് ഇത് BJP അല്ലാത്ത എല്ലാം ചേർത്ത് പാർട്ടി ഉണ്ടാക്കാം. ഒരു പാർട്ടി അത് നിങ്ങൾ പേരിട്ടോ, ജനതാ പാർട്ടിയുടെ പേരിട്ടോ, എന്നിട്ട് മറ്റു പാർട്ടി BJP BJP തന്നെ നിൽക്കട്ടെ, BJP ഇത്. അപ്പോൾ RSSും സംഘപരിവാരമാണ് യോജിക്കാതെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അല്ലാത്ത ഇപ്പം പുതിയ പാർട്ടി ഉണ്ടാക്കി, ഇപ്പോൾ ജനതാ പാർട്ടിയിൽ നിന്ന് ജയപ്രകാശ് നാരായൺ കിട്ടുമല്ലോ, ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാം. എന്നിട്ട് മത്സരിച്ചിട്ട് വോട്ട് കിട്ടുമോ, ജയിക്കട്ടെ, ഭരിക്കട്ടെ, അവർക്ക് അവസരം കൊടുക്കുക. അത് RSSനും കൊള്ളും, BJPയിലും കൊള്ളാം, കോൺഗ്രസിലും കൊള്ളാം. ഇന്നത്തെ ഉരുണ്ടുകളിയും ഒളിച്ചുകളിയും മാറ്റി ഇലക്ഷൻ വരുമ്പോൾ തന്ത്രമൊക്കെ മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി എന്താ പറയാനുള്ളത്? സംഘപരിവാരമായിട്ട് യോജിപ്പില്ല എന്ന് പറയാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമിന് യോജിപ്പില്ല പറ്റുമോ? ഇതെല്ലാം കാലാകാലം നിങ്ങൾ യോജിച്ചല്ലേ. ഇത് ഇപ്പോൾ പറയുന്ന സംഘപരിവാർ കുഴപ്പമില്ല, പക്ഷേ ജമാഅത്ത് ഇസ്ലാമി കൊള്ളില്ല. എന്താ ഈ പറഞ്ഞത്? ഞാൻ ആത്യന്തികമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയക്കാരോട് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പ്രസിഡന്റ് എന്നതിൽ പറയണം. ഞാൻ അവസാനമായിട്ട് പറയണം നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ രണ്ട് മുന്നണിയൊക്കെ അവസാനിപ്പിക്കും. ഇനി BJP വിരുദ്ധം RSS വിരുദ്ധം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. യോജിക്കാതെ RSSും BJP യോജിച്ച് ആ ഒരു പ്രസ്ഥാനം അങ്ങോട്ട് പോട്ടെ. ഇപ്പോഴത്തെ കോൺഗ്രസും അല്ലെങ്കിൽ ജനതാദളും വേണ്ട, പുതിയൊരു പേരിട്ടിട്ട് BJP അല്ലാത്ത എല്ലാവരും, അല്ലെങ്കിൽ സംഘപരിവാർ എല്ലാവരും ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുക. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ പരിപാടി നിർത്താൻ പോകണം. അത് മറ്റൊന്നുമില്ല, ബ്രിട്ടൻ്റെ ഒരു യുദ്ധവിമാനം തിരുവനന്തപുരത്ത് നിന്നിറങ്ങി. അങ്ങനെ ഒരു പല കാലം തീർന്നു പോയതാണെന്നൊക്കെ പറഞ്ഞാണ്, വഴി തെറ്റിപ്പോയെന്നൊക്കെ എന്തൊട്ട് അവിടെ. അത്രയും അതിസങ്കീർണമായ ഒരു യുദ്ധവിമാനം അപ്രതീക്ഷിതമായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്ന ദിവസങ്ങളായിട്ടും ഒരു അന്തിച്ചർച്ചയില്ലല്ലോ ഇവിടെ, ഒരു ചാനൽ ചർച്ചയില്ല. ഇത്രയും ഇറാൻ ഇസ്രായേൽ യുദ്ധം മുരിക്കൊണ്ടിരിക്കെ ബ്രിട്ടനിലെ ഒരു യുദ്ധവിമാനം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് 3 ദിവസമായിട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് ഒരുപടി കാരണങ്ങളുണ്ട്. ഇങ്ങനെ അത് നിർണായക ഘട്ടത്തിൽ ഈ കേരളത്തിൽ വന്നാൽ, ഈ ഇന്ത്യയിൽ വന്നാൽ എങ്ങനെയാണ് സമീപനം, എങ്ങനെയാണ് വഴി, ഇതൊക്കെ നേരത്തെ പരിശീലനം കിട്ടാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തൊക്കെ ചിന്ത വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അന്തിച്ചർച്ചയും ഒരു ചാനലും ഉണ്ടായില്ല. മറ്റ് ചില കാര്യങ്ങളാണ് എത്ര അന്തിച്ചർച്ച ഉണ്ടാവും. അവിടെ നമ്മൾ ഈ വിരുദ്ധം പറയുന്നത്. ഒരു ബോംബ് സ്ഫോടനമുണ്ട്, തീവണ്ടിയിൽ ഒരു കുപ്പിയിൽ പെട്രോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അതെന്താണ് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണ്. ഇവിടെ 1000 ആൾക്കാരെ കൊല്ലുന്ന പരിപാടി അതും പറയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴേ ന്യായമായിട്ട് നിഷ്പക്ഷമായിട്ട് പറയണത്, പക്ഷം പിടിക്കരുത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.